ഒന്നൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ 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 സ്റ്റാർട്ട് ചെയ്തോ. ഒറ്റ ഇല്ലല്ലേ? ആ ഓക്കെ ആളുകൾ വന്നു. ഹലോ ഹലോ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ സലാം പാപ്പിനിശ്ശേരി, ചെയർമാൻ ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ, അതോടൊപ്പം തന്നെ ലീഗൽ കോർഡിനേറ്റർ യാബ് ലീഗൽ ഗ്രൂപ്പ്. ഒരു സുപ്രധാനമായ ഒരു അറിയിപ്പുമായാണ് ഇന്ന് ഞങ്ങൾ ലൈവിലേക്ക് വരുന്നത്. അതായത് ഈ കോവിഡ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് പോയ പ്രവാസികൾ, അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പ്രവാസി മലയാളികൾ പല ഘട്ടങ്ങളിലായിട്ട് പല അനുകൂല സാഹചര്യങ്ങളാണ് UAE യിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലരിലും പല ആശങ്കയുണ്ട്. അതായത് വിസിറ്റ് വിസ UAE യിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നില്ല എന്നതായിരുന്നു ഒരു പ്രധാന ആശങ്ക ഉണ്ടായിരുന്നത്. പക്ഷേ UAE യിൽ വിസിറ്റ് വിസ ഇതുവരെ നിർത്തിയിട്ടില്ല. UAE വിസ ഇന്നലെ ഞാൻ ഓൾറെഡി കൊടുത്ത സമയത്ത് ഇന്നലെ തന്നെ എനിക്ക് ഓൾറെഡി വിസിറ്റ് വിസ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നാട്ടിലുള്ളവരുടെ വിസിറ്റ് വിസയാണ് എടുത്തിരിക്കുന്നത്. നാട്ടിലുള്ളവരുടെ വിസിറ്റ് വിസ ഇന്നലെ ഇവിടെ നിന്ന് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഇന്നലെ തന്നെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതിനു മുൻപ് വിസിറ്റ് വിസ എടുത്തവർ UAE യിലല്ല, ഡയറക്റ്റ് UAE യിലേക്ക് അല്ലാതെ മറ്റ് അർമേനിയ, അതോടൊപ്പം തന്നെ ഖത്തർ വഴിയിൽ ഇവിടേക്ക് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇപ്പം 15-ാം തീയതിക്ക് ശേഷം പുതിയ ഒരു തീരുമാനങ്ങൾ ഉണ്ടാവും എന്നാണ് നമുക്ക് ഇവിടുന്ന് അറിയാൻ സാധിക്കുന്നത്. അതിൽ ഇതുവരെ ഒരു ഉറപ്പൊന്നും കിട്ടിയില്ല. പക്ഷേ 15-ാം തീയതിക്ക് ശേഷം വിസിറ്റ് വിസയിൽ ഉള്ളവർക്കും നാട്ടിൽ നിന്ന് വരാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു ഇൻഫോർമേഷൻ, ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഇവിടെ ആരും ഡിക്ലറേഷൻ ഒന്നും നടത്തിയിട്ടില്ല. മറ്റ് പ്രവാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രവാസികള് നാട്ടില് വരാതെ ഇവിടുത്തെ പല ബിസിനസ്സും പല പ്രശ്നങ്ങളും കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രവാസികളുണ്ട്. അവരൊക്കെ ഇന്ന് രാവിലെ ആയിട്ട് പല ആശയങ്ങളും എന്നോടും പ്രത്യേകിച്ച് മുന്തിരിനോടൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു മറുപടി എന്നുകൂടിയാണ് ഞങ്ങൾ ഇതിലെ കൂടിയിട്ട് ഒരുപാട് പ്രവാസികൾ നാട്ടിൽ നിന്ന് വിടുന്നതായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മറുപടി എന്നോണമാണ് ഞങ്ങൾ ഈ അപ്ഡേറ്റ് തരുന്നത്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞങ്ങളുടെ ലീഗൽ കോർഡിനേറ്റർ മിസ്റ്റർ മുന്തിർ നിങ്ങളോട് പങ്കുവെക്കുന്നതാണ്. അസ്സലാമലൈക്കും, നമസ്കാരം. ഓരോ ദിവസവും മാറി മാറി മറിയുന്ന നിയമങ്ങളും അല്ലെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നാട്ടില് പെട്ടുപോയ ആളുകളെ സംബന്ധിച്ച് ഭയങ്കര ഒരു ആകാംക്ഷയാണ്. എനിക്ക് എന്ന് തിരിച്ചു പോകാൻ കഴിയും, അല്ലെങ്കിൽ എൻ്റെ വിസ ഓൾറെഡി എക്സ്പയർ ആയി. ഒരു 10 ദിവസത്തിന് 2 ദിവസത്തിന് 3 ദിവസത്തിന് കല്യാണത്തിനൊക്കെ പോയവരാണ് തിരിച്ചു വരാൻ പറ്റാതെ നാട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരെയും സംബന്ധിച്ച് ഇപ്പോൾ UAE ഗവൺമെന്റിന്റെ ഓരോ ദിവസവും അപ്ഡേറ്റ് ആവുന്ന ന്യൂസുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാ ട്രാവൽ ഏജൻസി പറയുന്ന കാര്യങ്ങളും കണ്ണടച്ച് വിശ്വസിക്കാതെ വളരെ വ്യക്തമായി UAE യിലുള്ള മാധ്യമങ്ങൾ ശ്രദ്ധിക്കുക. ഗൾഫ് ന്യൂസ്, അതുപോലെ തന്നെ നമ്മുടെ NCMA, അതുപോലെ കലീസ് ടൈംസ്, അത്തരം ന്യൂസുകൾ പ്ലസ് നമ്മുടെ മലയാളം ചാനലുകളോട് ശ്രദ്ധിക്കുക. നമുക്ക് ഇപ്പൊ പറയാൻ കഴിയുന്നത്, ഈ നാട്ടിൽ ഇപ്പൊ പ്രസന്റ്ലി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ വിസ എക്സ്പയർ ആയവരുണ്ടാവും. ഓൾറെഡി UAE ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞ കാര്യം, ഇത് ഒരുപാട് പേരുടെ സംശയങ്ങൾക്ക് മറുപടിയാണ്, പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത ഡിസംബർ വരെ എക്സ്പയർ ആയ വിസ ഉള്ളവർക്കും തിരിച്ചു വരാൻ UAE ഗവൺമെന്റ് അവസരം ഒരുക്കുന്നുണ്ട് എന്ന് ഗവൺമെന്റ് ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഡിസംബറിനുള്ളിൽ നിങ്ങൾക്ക് എക്സ്പയർ വിസ ഉള്ളവർക്കും ഇവിടെ റെസിഡൻസ് വിസ ഉണ്ടായിട്ട് നിങ്ങളുടെ വിസ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷാല്ലാ തിരിച്ച് UAE യിലേക്ക് എവിടെയാണെങ്കിലും തിരിച്ചു വരാൻ അവസരമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സലാം സാർ പറഞ്ഞ പോലെ ഇത് ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഞങ്ങൾ ഇന്നലെ അപ്ലൈ ചെയ്തതാണ്. 11/8 അപ്ലൈ ചെയ്ത വിസിറ്റ് വിസയാണ്. 11/8 അപ്ലൈ ചെയ്ത് വിസ യാതൊരു കാലതാമസവും എടുക്കുന്നില്ല. അന്ന് തന്നെ വിസ അപ്ലൈ ചെയ്ത അന്ന് തന്നെ നമുക്ക് വിസ കിട്ടിയിട്ടുണ്ട്. 11/8 അപ്ലൈ ചെയ്തു, 11 തന്നെ നമുക്ക് വിസ കിട്ടി. എന്താ വെച്ചാൽ ഇത് ഇൻസൈഡ് കൺട്രി ആയാലും ഔട്ട്സൈഡ് കൺട്രി ആയാലും വിസിറ്റ് വിസ UAE നിർത്തിയിട്ടില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. വിസിറ്റ് വിസ UAE നിർത്തി വെച്ചിട്ടില്ല. ഇൻസൈഡ് കൺട്രിയിലുള്ളവർക്ക് ഇവിടെ നിന്നിട്ട് തന്നെ നിങ്ങൾക്ക് വിസ മാറാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഔട്ട്സൈഡ് കൺട്രിയിലുള്ളവർ ഇപ്പോൾ ഈ ആള് ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി നമ്മൾ വിസ എടുത്തതാണ്. ഇവരിപ്പോൾ നാട്ടിലാണുള്ളത്. ഇവർക്ക് വേണ്ടി നമ്മൾ വിസ എടുത്ത് വെച്ചത് എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് കൂടി ഇതൊരു അവയർനെസ് ആണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ UAE യിലേക്ക് വിസിറ്റ് വിസയ്ക്ക് വരാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ട്രാവൽ ഏജന്റ് വഴിയോ അല്ലെങ്കിൽ തസീൽ വഴിയോ ആമർ വഴിയോ നിങ്ങൾക്ക് വിസിറ്റ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. വിസിറ്റ് വിസ എടുത്ത് കയ്യിൽ വെച്ചോളൂ.
എപ്പോഴാണോ നിയമം UAE മാറുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് കയറി വരാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ എന്തിനാണ് ഇത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് UAE വീണ്ടും മാർക്കറ്റുകൾ വളരെ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി എക്സ്പോ ഒക്കെ ആവുകയാണ്. അപ്പോൾ ഒരുപാട് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, അതുപോലെ ഒരുപാട് ജോലി അവസരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിസിറ്റ് വിസ നിങ്ങളുടെ ഏത് ട്രാവൽ ഏജന്റ് വഴിയാണെങ്കിലും എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴാണോ നിയമം പറയുന്ന ആ സമയത്തേക്ക് കയറി വരാൻ പറ്റും. പിന്നെ ഇപ്പോഴും നേരത്തെ സലാംക്ക സൂചിപ്പിച്ച പോലെ തന്നെ അർമേനിയ, അസർബൈജാൻ, അതുപോലെ ഖത്തർ, മാൽദീവ്സ് വഴിയൊക്കെ ഇപ്പോഴും UAE പ്രവേശിക്കാം. അതിലൊന്നും യാതൊരു പ്രശ്നങ്ങളില്ല. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതൊരു ട്രാവൽ പോകുന്ന ആ ഒരു ലാഘവത്തോടെ എടുത്ത് നിൽക്കുക. അപ്പോൾ മാറി മാറി വരുന്ന UAE നിയമങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ആളുകളെ പാനിക് ആക്കുന്ന രീതിയിലുള്ള ന്യൂസുകൾ മറ്റുള്ള ട്രാവൽ ഏജന്റുകൾ കൊടുക്കുന്നത് നമ്മൾ വളരെ നിയമം അറിയുന്നവരോട് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് കാര്യങ്ങളോട് സലാം പോകാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ചോറ് തരുന്ന ഞങ്ങളുടെ പോറ്റമ്മയായ ഞങ്ങളുടെ ഈ ഗൾഫ് രാജ്യം, പ്രത്യേകിച്ചിട്ട് UAE പറ്റി ആരും തന്നെ അനാവശ്യമായുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുത്തരുത്. ഇവിടെ ബിസിനസ് സംബന്ധമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഞങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി ഇവിടെ വളർന്നു കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ സാഹചര്യ സൗകര്യങ്ങളും, അതായത് വാക്സിനിന്റെ കാര്യങ്ങളായാലും സൗജന്യമായിട്ട് എല്ലാവർക്കും ഇവിടെ വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ ഒരു വേവലാതിയോ ഒരു കാര്യങ്ങളോ ഇവിടെ ഇല്ല. നാട്ടിൽ നിന്ന് ഇവിടേക്ക് ബിസിനസ് ചെയ്യാൻ വരുന്നവര്, അതുപോലെ തന്നെ ഇവിടെ ബിസിനസ് ചെയ്യുന്നവർ എല്ലാവരും സത്യസന്ധമായി എല്ലാ ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ വാടക കരാറുണ്ടാക്കി താമസിക്കുന്ന താമസക്കാർ പലപ്പോഴും നിങ്ങൾ ഒഴിവാക്കി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും ആരാണോ നിങ്ങൾക്ക് വാടകയ്ക്ക് തന്നിരിക്കുന്നത് അവരുമായുള്ള കരാറുകൾ നിയമപരമായി, അതല്ലെങ്കിൽ ഇമെയിൽ വഴി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെപ്രസെന്റേറ്റീവിനെ അയച്ചുകൊണ്ട് ആ ഒരു കരാർ അവസാനിപ്പിച്ച് മാത്രമേ നിങ്ങൾ നാട്ടിലേക്ക് പോകാവുള്ളൂ. മറ്റേതെങ്കിലും സമയങ്ങളിൽ ഇതൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് നിരന്തരമായിട്ട് പല കേസുകളും വരുന്നത് റെന്റൽ ഡിസ്പ്യൂട്ടിന്റെ കേസുകളാണ്. റെന്റൽ ഡിസ്പ്യൂട്ടിന്റെ കേസുകൾ വന്നു കഴിഞ്ഞാൽ ആ കേസിന് നിങ്ങൾക്ക് ഫൈൻ അടച്ച് ഒഴിവാകാൻ പറ്റൂല. എത്രയാണോ പരാതിക്കാരൻ പരാതി നൽകിയിരിക്കുന്നത് അതിന് ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കേസിൽ പോയിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ പരാതിക്കാരനുള്ള തുക മൊത്തം നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ അടുത്ത കാലങ്ങളിലായിട്ട് ഇപ്പം നാട്ടിൽ പോയി ഇവിടെ വരാൻ പറ്റാത്ത സമയം നിങ്ങൾ സാഹചര്യം അഥവാ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളെ താമസ സ്ഥലം നിങ്ങൾ മറ്റുള്ളവർക്ക് താമസിക്കാൻ കൊടുത്ത് വാടക ഈടാക്കണം. അതല്ലാതെ ഇവിടെ പൂട്ടിക്കൊണ്ട് ചിലപ്പോൾ ചില സമയങ്ങളിൽ രണ്ട് രാജ്യങ്ങളും ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ 1 മാസമോ ചിലപ്പോൾ 2 മാസമോ ഫ്ലൈറ്റ് സംവിധാനങ്ങൾ ബന്ധാക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്രവാസി മലയാളികൾക്ക്, പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾക്ക് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പല എമിറേറ്റ്സുകളിലും ബിസിനസ് നടത്തുന്നവര് നാട്ടിൽ പോയി വരാൻ പറ്റിയില്ല, റെന്റ് ഡിസ്പ്യൂട്ട് ഉണ്ടായി. അപ്പൊ നിങ്ങൾ അത്തരത്തിലുള്ള വെറുതെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ബിസിനസ് മുന്നോട്ട് പോകുന്നില്ല അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് ആ സമയം തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള, അതായത് നിയമപരമായിട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ഇവിടത്തുള്ള അറബികൾക്കോ അതല്ലെങ്കിൽ ഇവിടത്തുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്കോ ഇവിടത്തുള്ള മറ്റുള്ള മലയാളികൾ അതായത് തൊഴിലാളികൾക്കോ നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കി ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആരും തന്നെ ശ്രമം ഉണ്ടാക്കരുത്. ഒന്നും കൂടി ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, ഇവിടെ നിന്ന് ലീവിലേക്ക് നാട്ടിൽ പോയിട്ട് ഇരിക്കുന്നവർ, അല്ലെങ്കിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നവര് നിങ്ങൾ താമസിക്കുന്ന താമസ സ്ഥലം നിങ്ങൾക്ക് റെന്റ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ യാതൊരു മടിയും അതിലൊരു വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആരാണോ നിങ്ങൾക്ക് വാടകയ്ക്ക് തന്നിരിക്കുന്നത് അവരുമായി നിങ്ങൾ നേരിട്ട് സംസാരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളൊരു തെളിവിന് വേണ്ടി നിങ്ങൾ ഒന്നുകിൽ ഇമെയിൽ വഴിയോ അതല്ലെങ്കിൽ നിങ്ങൾ അതായത് കോടതി മുഖാന്തരോ ആരാണോ വാടകയ്ക്ക് നൽകിയിരിക്കുന്നത് അവരെ വിവരം അറിയിക്കുക. ഇവിടെ നമ്മളൊരു ടെനൻസി കോൺട്രാക്ട് ഉണ്ടാക്കുമ്പോൾ ആ വാടകയ്ക്ക് എടുക്കുന്നവർക്കും കൊടുക്കുന്നവർക്കും വ്യക്തമായിട്ട് ഒരു കരാർ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ആ കരാറ് ആ വാടകയ്ക്ക് ആരാണോ എടുത്തിരിക്കുന്നത് അത് ബ്രേക്ക് ചെയ്യാനുള്ള അധികാരം വാടകയ്ക്ക് എടുത്ത ആൾക്കുണ്ട്. അത് നിങ്ങൾ നേരിട്ട് പോയിട്ട് പറയരുത്. നിങ്ങൾ പോയി പറയേണ്ടത് നിങ്ങൾ നിയമപരമായിട്ടുള്ള വഴിയായിരിക്കണം. അത് ഒന്നുകിൽ ഇമെയിൽ വഴി അയക്കുക, അതല്ലെങ്കിൽ കോടതി മുഖാന്തരം ചെയ്യാം ആ ഒരു ക്ലിയറൻസ് നടത്തണം. ഇതിലാണ് നമ്മുടെ പ്രവാസി മലയാളികൾ ഒരുപാട്. ഇനി കൂടുതൽ വിവരങ്ങൾ മറ്റൊരു ലൈവില് ഞങ്ങൾ രണ്ടുപേരും വരുന്നതായിരിക്കും. ഒരു ചെറിയ സംശയം കൂടി ഇപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഷാർജ വിസ ഉള്ളവന് അല്ലെങ്കിൽ ദുബായിൽ ഇറങ്ങാൻ പറ്റുമോ? ദുബായ് വിസ ഉള്ളവന് ഷാർജയിലാണ്
അതിന്റെ അപ്ഡേറ്റ് കൂടെയാണ് പറയുന്നത്. നിങ്ങൾ UAE എവിടെ വിസ ഉണ്ടെങ്കിലും ഷാർജയിൽ ഇറങ്ങാം, ദുബായിൽ ഇറങ്ങാം, അബുദാബിയിൽ ഇറങ്ങാം. അബുദാബിയിൽ ഇന്നലെ ഓൾറെഡി ഇത്തിഹാദ് ഒരു ഇതൊക്കെ ചെറിയ തെറ്റിദ്ധാരണകളുടെ അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ഇത്തിഹാദ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എവിടെ വിസ ഉള്ളവനും അബുദാബിയിൽ ഇറങ്ങാം. കാരണം അബുദാബിയിൽ നിന്ന് നിങ്ങൾക്ക് ദുബായിലോട്ടോ ഷാർജയിലോട്ടോ ട്രാവൽ ചെയ്യാൻ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. നിങ്ങൾക്ക് അബുദാബി വിമാനത്താവളത്തിൽ ഇറങ്ങി ടെസ്റ്റ് പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ താമസ സ്ഥലം എവിടെയാണോ അവിടേക്ക് ട്രാവൽ ചെയ്യാവുന്നതാണ്. യാതൊരു പ്രശ്നമില്ല. നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ക്വാറന്റൈനിൽ ഇരിക്കണം. നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, സാധാരണ ജീവിതശൈലിയിലേക്ക് പോകാം. ഇനി ഷാർജയിലാണ് ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഷാർജ എയർപോർട്ട് വിമാനത്താവളത്തിൽ, അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അവിടെ റാപ്പിഡ് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് പൂർത്തീകരിച്ച് നിങ്ങൾ എവിടെയാണോ താമസ സ്ഥലം അവിടേക്ക് പോകാൻ കഴിയും. ദുബായിലാണെങ്കിലും ഈസി ആയിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോർമലായിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് പൂർത്തീകരിച്ച ശേഷം പുറത്തിറങ്ങാൻ പറ്റും. ടെസ്റ്റ് റിസൾട്ട് ഏകദേശം 6 മണിക്കൂറിനുള്ളൊക്കെ ടെസ്റ്റ് റിസൾട്ട് ഉണ്ട്. ഇനി ഷാർജയിലും ദുബായിലും ഇറങ്ങുന്ന യാത്രക്കാർ അബുദാബിയിലേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളെ സംബന്ധിച്ച് 14 ദിവസം ഷാർജയിലോ ദുബായിലോ ക്വാറന്റൈൻ ഇരിക്കണം. അത് വിസിറ്റ് വിസക്കാരാണെങ്കിലാണ് പറയുന്നത്. വിസക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ അൽഹസൻ ആപ്പിൽ നിങ്ങളുടെ അപ്ഡേറ്റ് വന്നാൽ നിങ്ങൾക്ക് അബുദാബിയിലേക്കും യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ യാതൊരു സംശയമില്ല, നിങ്ങൾക്ക് ഏത് വിമാനത്താവളത്തിലും ഇറങ്ങാം. അപ്പോൾ ഇൻഷാല്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം നേരുന്നു.